ഹായ്, നമുക്ക് ഫുജേറയിലേക്ക് ഒരു ഹൈക്കിംഗ് പോയാലോ? ഇതാണ് നമ്മുടെ ടീം. ടീമിൻ്റെ ഫോട്ടോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആശാൻ്റെ ധൈര്യത്തിലാണ് നമ്മൾ പോകുന്നത്. ആശാൻ ഒരുപാട് ഹൈക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം എല്ലാവരും നല്ല എക്സൈറ്റ്മെൻ്റ്, കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവരും മുഖത്തിലും കാണാം. ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ്. അപ്പോൾ അവിടെ മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു യെല്ലോ ഡോട്ട് ഇട്ടേക്കുന്ന മാർക്ക് ചെയ്യാൻ നമ്മൾ കയറി പോകേണ്ടത്. അതുപോലെ റെഡ് മാർക്കിൽ ചെയ്തേക്കുന്നതാണ് നമ്മൾ ഇറങ്ങി വരേണ്ടത്. നോക്കിയാൽ കാണാം കറക്റ്റ് 2 മൗണ്ടൈനാണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്നു തുടങ്ങി. അത്യാവശ്യം നല്ല ഇരുട്ടുണ്ട്, കാരണം ടൈം 4:40 ആയുള്ളൂ. എല്ലാവരും മൊബൈൽ ടോർച്ചൊക്കെ അടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അത്യാവശ്യം ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. 13 or 14 ഡിഗ്രി ആയിട്ടാണ് തോന്നുന്നുള്ളത്. പിന്നെ അതുകൊണ്ട് എല്ലാവരും സെക്ടറൊക്കെ യൂസ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. These are the trails we'll never forget. Every step, every breath we take. The road is calling, let's make our way. These are the trails we'll never forget. നമ്മളതുപോലെ നടക്കുമ്പം നല്ലോണം ശ്രദ്ധിക്കണം, കാരണം സൈഡിലൊക്കെ ചെറിയ ചെറിയ ചെടികളുണ്ട്, കുറ്റിച്ചെടികൾ. അപ്പം അതിലെന്ന് വെച്ചാൽ നല്ല ഷാർപ്പ് മുള്ളാണുള്ളത്. എനിക്ക് 2-3 കുത്തി കയറി. നല്ല പെയിനാണ് കേട്ടോ. പിന്നെ നടക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം, കാരണം സ്ലിപ്പായി കഴിഞ്ഞ് താഴെ പോയി കഴിഞ്ഞാൽ താഴെ ഭയങ്കരമായ കല്ലും അതുപോലെ പാറയൊക്കെ ഉള്ളതാണ്. വീണ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇഞ്ചുറികൾ പറ്റും. ഇപ്പോൾ ചെറുതായിട്ട് ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് നല്ല കയറ്റം കയറി ചെയ്യുന്നത്, അപ്പോൾ ബോഡി ഹീറ്റ് ആവുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, വേർക്കുന്നുണ്ട് നന്നായിട്ട്. ഈ കയറ്റം കയറിപ്പോകുമ്പോൾ തന്നെ ആ വ്യൂ നല്ല രസമുണ്ട് കേട്ടോ, കാരണം അവിടെ ഫുജേറ പോർട്ടിനെല്ലാം അടുത്തായതുകൊണ്ട് അവിടെ ഒരുപാട് നല്ല ലൈറ്റും കാര്യങ്ങളും ക്രെയിനും എല്ലാം അവിടെയുണ്ട്. കാണാൻ നല്ല രസമുണ്ട് ആ വ്യൂ. Just the open air. With every mile we're free and bold. We're writing stories that നടന്ന് നല്ല ചെറുതായി ടയർഡാവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് മുട്ടുവേദനയൊക്കെ വരുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ. The stars above are guiding our way. We'll keep driving till the break of day. With the night as our friend, we'll find our path. Nothing. അങ്ങനെ നമ്മൾ പകുതി വരെ സക്സസ് ആയി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ടയേർഡായി, ഫേസിൽ ശരിക്കും മനസ്സിലാകുന്നുണ്ട്. അത്യാവശ്യം ടയേർഡായതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ അവിടെ റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് മുകളിലോട്ടേക്ക് പോകുന്നത്. വെള്ളമൊക്കെ കുടിക്കണ്ടല്ലേ. Anybody but homebody and old. Anybody but homebody is. Whoa. Whoa.
ടയർഡോടെ ആണെങ്കിലും സക്സസ്ഫുള്ളി ഫസ്റ്റ് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു കമ്പ് കുത്തി വെച്ചിട്ടുണ്ട്, അതാണ് ഇതിൻ്റെ മൗണ്ടൈൻ്റെ എൻഡ് കാണിക്കുന്നത്. ഇനിയാണ് മെയിൻ, ഇത് കാണാനാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്, ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. സൺറൈസ് ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നത് ഇങ്ങനെ ശരിക്കും അവിടെ കാണുന്നുണ്ട്. ഞാനൊന്ന് സൂം ചെയ്ത് നോക്കട്ടെ, അപ്പോൾ ശരിക്കും കാണാൻ പറ്റും. ഓ അടിപൊളി. അവിടെ ഒരുപാട് ഷിപ്പുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്, ഇവിടെ കാണുന്നില്ലേ? നല്ല രസമുണ്ട്. ഇത് കാണാൻ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഓ ബ്യൂട്ടിഫുൾ. വാവ്, ഏതാ രസം കാണാൻ. ഒന്നുകൂടി സൂം ചെയ്യാം. വാവ്, എന്താ രസമല്ലേ കാണാൻ. ഇങ്ങനെ സൺറൈസ്, അടിയിൽ കുറേ ഷിപ്പുകളൊക്കെ ഉണ്ട്, കൊള്ളാം. ഇനി അടുത്തത് നേരെ താഴെ ഇറങ്ങി ഇനി അടുത്ത മൗണ്ടെയിൻ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. നമ്മളെ കൂടെയുള്ളവരൊക്കെ അങ്ങ് താഴെ എത്തി. ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്ന ഒരു തിരക്കിലായതുകൊണ്ട് കുറച്ച് ബാക്കിലാണുള്ളത്. കണ്ട, ഇതെല്ലാം നമ്മളെ കൂടെയുള്ളവരാണ്, അവരൊക്കെ നടന്ന് നീങ്ങി അങ്ങ് താഴെ എത്തി. ഇനി അങ്ങ് താഴെ കാണുന്നതാണ് ആ ഒരു വീട് പോലത്തെ, അവിടെയാണ് ഇനി പോകേണ്ടത്. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടെ ഒരു വഴി കാണുന്നില്ല, അതുവഴി മേലേക്ക് പോകണേ. അങ്ങനെ ഇനി നമ്മൾ അടുത്ത മല കയറുകയാണ്. നല്ല മുട്ടുവേദനയുണ്ട്, അയ്യോ, എന്നാലും സാരമില്ല, ഇതെല്ലാം എന്നെങ്കിലും കിട്ടുന്നൊരു ഭാഗ്യമാണ്. കയറും. എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഇതുപോലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ, അതിപ്പോൾ ഹൈക്കിങ് തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവണമെന്നാണ്. കാരണം UAE ഒരുവിധം എല്ലാവരും സ്ട്രെസ്സ്, വർക്ക് പ്രഷർ, വർക്ക് ലോഡ് എല്ലാം കൊണ്ട് നല്ല രീതിയിൽ സ്ട്രെസ്സായിട്ടിരിക്കുന്നവരാണ്. അപ്പം ഇതുപോലുള്ളൊരു ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി മെൻ്റലി അത് നല്ല ഉപകാരപ്പെടും. നല്ല വലിയ കല്ലുകളൊക്കെയാണ് കേട്ടോ, ഇത് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയൊക്കെയോ ചാടി കയറുന്നുണ്ട്, പക്ഷെ നല്ല സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഹൈക്കിംഗ് ഒക്കെ പോകുന്നവർ അത്യാവശ്യം നല്ലൊരു ഷൂ ആയിക്കാണ് യൂസ് ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ഷൂ തന്നെ നോക്കിയെടുക്കണം, അല്ലെങ്കിൽ വൺസ് അതൊന്ന് തെന്നിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഈ മുകളിലോട്ടേക്ക് എത്തുന്നതനുസരിച്ച് ഏതാ വ്യൂ എന്നറിയാമോ? അയ്യോ, ഭയങ്കര നല്ല വ്യൂ ആണല്ലോ. എന്ത് രസമാണെന്നറിയോ. Hear the call, the time is now. Turn to Jabolo and vow. Him open the door, no need to wait. Come to Jah love before it's too late. Come to Jah, me say come to Jah. ഒരു അപാരം കേട്ടോ, ഒരു രക്ഷയില്ല. എന്താ രസം. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ സെക്കൻഡ് മൗണ്ടനും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇവിടെയും അതുപോലെ മാപ്പ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം വന്ന 2 മൗണ്ടൻ്റെയും മൊത്തത്തിലുള്ള മാപ്പ് അതിൽ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. ആ യെല്ലോ ഡോട്ട് നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് തൊട്ടിട്ട് ഫസ്റ്റ് ആ ഒരു ഫ്ലാഗ് വെച്ചത് ഫസ്റ്റ് മൗണ്ടൈൻ, അത് കഴിഞ്ഞ് അവിടെ ഒരു വീട് പോലെയുള്ളിടത്ത് എത്തി. അത് കഴിഞ്ഞ് അവിടുന്ന് അടുത്ത മൗണ്ടൈനിലേക്കുള്ള കയറ്റാണ്. അത് കഴിഞ്ഞ് ഈ ടവർ പോലെ കാണുന്നതാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം. പിന്നെ അതിൽ റെഡ് ഡോട്ട് ഇട്ടേക്കുന്ന ഇനി താഴെ നമ്മൾ വണ്ടി വെച്ചിടത്തേക്ക് പോകേണ്ടതാണ്. അങ്ങനെ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആക്കി. ഇനി നമ്മൾ ഇറങ്ങുവാണ്. നല്ല കാലുവേദനയുണ്ട് കേട്ടോ, ഇറങ്ങുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട്. 2-3 പ്രാവശ്യം ഞാനിങ്ങനെ സ്ലിപ്പായി. കണ്ട താഴേക്ക് ഇവിടെ ഏറ്റവും വീണിട്ടുണ്ട്. പിന്നെ നോക്കണ്ട, നേരെ ഒരു കുഴിയും കുത്തി അതിലേക്ക് മൂടിയാൽ മതി.
അയ്യോ ബാറ്ററി ലോ ആയി, വീഡിയോ റെക്കോർഡിങ് സ്റ്റോപ്പ് ആക്കുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹൈക്കിങ്ങിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, ഞാനും നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി നമ്മുടെ ആരൊക്കെ പോയെന്നുള്ള നിങ്ങൾക്ക് കാണണ്ടേ, നമ്മുടെ ടീമിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം, കണ്ടു. താങ്ക് യു.